നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. താങ്ങാനാവുന്നില്ലായിരുന്നു അവൾക്ക്. നെഞ്ചു പൊട്ടി ഒഴുകും പോലെ വേദന തോന്നി. കയ്യിലെ പേപ്പർ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു അവൾ. എന്തിനായിരുന്നില്ല ഇതെല്ലാം? അന്ന് അവൻ നീ പറഞ്ഞ കള്ളത്തിന്റെ പുറത്ത് നിന്നെ സംശയിച്ചു. ഇന്ന് നീ മറ്റൊരാളുടെ വാക്കിന്റെ പുറത്ത് അവനെ തെറ്റിദ്ധരിച്ചു. കൊള്ളാം, രണ്ടുപേരും ചേരും. ജീവൻ പോകും പോലെ സ്നേഹിച്ചാൽ മാത്രം പോരടി, പരസ്പരം വിശ്വസിക്കാൻ കൂടി പഠിക്കണം. ശിവ ഉള്ളിലെ വിഷമത്തിലും ദേഷ്യത്തിലും അവളോട് അലറി. മോനെ ശിവ, മതിയടാ. നീയുടെ കരച്ചിൽ കണ്ട സാറ വിഷമത്തോട് അവനോട് പറഞ്ഞു. സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്ന അമ്മേ, ഇവളും അവനൊക്കെ കണക്കാ. രണ്ടിനും സ്വന്തം കാര്യവും സ്വന്തം വേദനയ്ക്കുള്ളൂ. രണ്ടിന്റെയും വിഷമവും ഈഗയും ഒക്കെ കൊണ്ട് ഏതുങ്ങൾക്കിടയിൽ കിടന്ന് വിഷമിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ കുഞ്ഞി. അവളുടെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവര്? ഇല്ല. ദേഷ്യത്തിൽ വെട്ടി തുറന്നടിച്ച് അവനത് പറയുമ്പോൾ ശബ്ദം വിടറിയുന്നു ശിവയില്. അത് കേട്ടത് നീയുടെ കരച്ചിൽ കുറച്ചുകൂടി ഉച്ചത്തിലായി. അവളെ ഒന്ന് നോക്കിയിട്ട് ശിവ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. മോനെ, നീ എങ്ങോട്ടാ? സാറയാണത് ചോദിച്ചത്. മരുവിന് ബോധം വരാൻ വേണ്ടി കാത്തിരിക്കുവായി നീ 2 ദിവസം ഞാൻ. ഇനി വേണം എനിക്ക് ആൽബി അന്വേഷിക്കാൻ. ഞാനൊന്നും തപ്പട്ടെ സാറമ്മ. അവനെ അന്വേഷിക്കാനും തിരക്കാനും കൂട്ടുകാരനും കൂടപ്പുറപ്പൊക്കെ ആയിട്ട് ഞാനല്ലേ ഉള്ളൂ അവന്. തിരിഞ്ഞിന്ന് സാറയോട് പറയുന്നതിനൊപ്പം നീയെ കൂടി ഒന്ന് കടുപ്പിച്ച് നോക്കിയിട്ട് ശിവ വെളിയിലേക്ക് പാഞ്ഞു പോയി. അകത്ത് നിന്ന വിനുവും പെട്ടെന്ന് കണ്ണുകളൊന്ന് ആഞ്ഞു തുടച്ച് അവന്റെ പിറകെ ഓടി. നെഞ്ചിൽ ചേർത്ത് പിടിച്ച് ആ പേപ്പറൊന്ന് തുറന്നു നോക്കി നീ. ആൽഫി എഴുതി വെച്ചിട്ട് പോയതാണത്. പോവാൻ പറഞ്ഞില്ലേ നീ? ഇനി വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഇനി നിന്നെ വേദനിപ്പിക്കില്ല, ശല്യം ചെയ്യില്ല. പോവാ ഞാൻ. മങ്ങിയ കണ്ണുകളോട് ആ വാക്കുകൾ വീണ്ടും ഒന്നുകൂടെ വായിച്ചു. ഇച്ചായ എന്നും വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ തറയിലേക്ക് വീണു അവൾ. അവിടുന്ന് സാറ് ഓടി വന്നോളെ ചേർത്ത് പിടിച്ചു. ശിവേട്ടാ, നിക്ക് നിക്ക് ശിവേട്ടാ. വിനു ശിവയുടെ പിറകെ ഓടി വിളിച്ചു. എന്താടാ? മൊത്തത്തിൽ കലിച്ചു എന്ന ശിവ തിരിഞ്ഞു എന്ന് അവനോട് അലറി. അത് ശിവേട്ടാ, ശിവേട്ട ഈ ചായ തിരക്കി പോവാണോ? അതെ, എന്താടാ? അത് ഈ ചായൻ എവിടെയെന്ന് എനിക്കറിയാം, പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്ത്? പെരക്കി മടിച്ച് പറയുന്നവനെ രൂക്ഷമായി നോക്കി ശിവ. അത് ഞാനൊരു അബദ്ധം കാണിച്ചു. വിച്ച് വിറച്ച് പേടിയോട് വിനുവിനോട് പറഞ്ഞു. നിന്ന് കളിക്കാതെ കാര്യം പറയട കോപ്പേ. വിനുവിന്റെ വെപ്രാളവും പറച്ചിലൊക്കെ കണ്ട് സഹിക്കട്ടെ ശിവ അവനോട് ചൂടായി. ശിവേട്ടാ, ഞാൻ അപ്പോഴത്തെ ഒരു പൊട്ട ബുദ്ധിക്ക് ചെയ്തതാ, ഉപകാരപ്പെടുമെന്ന് കരുതി. പക്ഷേ അത് വിനു പതിയെ പേടിച്ച് ശിവയോടത് പറഞ്ഞു. അടുത്ത നിമിഷം ശിവ കൈമുഷ്ടി ചുരുട്ടി വിനുവിന്റെ മൂക്കിനിട്ട് നിടിച്ചു. അയ്യോ എന്റെ അമ്മച്ചി, എന്റെ മൂക്ക്! വിനു മൂക്ക് പൊത്തി കരഞ്ഞു പോയി. പൊന്ന പുന്നാര മോനെ, ഇവിടെയുള്ള പ്രശ്നം തീർത്തോണ്ടിരിക്കുമ്പോ നീ പുതിയ കുരു കൂടി ഇട്ടോടാം. ശിവ ആക്രോശിച്ചുകൊണ്ട് അവന്റെ കോളിൽ കുത്തിപ്പിടിച്ചു. പറ്റിപ്പോയി ശിവേട്ട, ക്ഷമി. അത് കണ്ടാൽ നിശ്ചയുടെ ദേഷ്യം കുറയുമെന്ന് കരുതി, സോറി. വിനു വൃത്തിക്ക് അവനൊന്ന് നോക്കി വിളിച്ചു. അവന്റെ ഒരു കോറി ഒരെണ്ണം കൂടി തോന്നാറുണ്ടല്ലോ. അയ്യോ ശിവേട്ട, ഇനി തല്ലല്ലേ. ആകെ കൂടി ഇച്ചിരി ഗ്ലാമറേ ഉള്ളൂ. അതോടെ പോയ പിന്നെ കല്യാണ ഭാഗമില്ലാതെ നിന്ന് പോകും ഞാൻ. ശിവ വീണ്ടും കൈ പൊക്കിയതും വീണ്ടും 2 കൈ കൊണ്ടും തടഞ്ഞ് അവനോട് പറഞ്ഞു. പെട്ടെന്നാണ് അവർക്ക് മുന്നിലേക്ക് ഒരു കാറ് അതിവേഗത്തിൽ വന്നു നിന്നത്. അവർക്ക് അടുത്ത് വന്നു നിന്ന കാറ് കണ്ട് ശിവയും വിനുവും പരസ്പരം നോക്കി. ഫോണിന്റെ വൈബ്രേഷൻ സൗണ്ട് കേട്ട് കാർത്തിക കണ്ണുകൾ വലിച്ചു തുറന്നു. ലിയോന്റെ ബെഡിലിരുന്ന് ബെഡ് റെസ്റ്റിലേക്ക് തല ചായ്ച്ച് കിടന്നൊന്നും മയങ്ങിപ്പോയതാണ് അവൾ. കണ്ണു തുറന്നവൾ സൈഡിലേക്ക് നോക്കി. അവളുടെ കയ്യും പിടിച്ച് നല്ല ഉറക്കാണ് ലിയോ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കിടന്നിറങ്ങുന്നവനെ കാണുകയും അവൾ ചിരിച്ചു. അവന്റെ മുടിയിലുകളിൽ കൂടി ഒന്ന് തലോടി. അപ്പോഴേക്ക് പിന്നെയും കാർത്തികയുടെ ഫോൺ അടിച്ചു. അവൾ വേഗം മറ്റേ കൈ കൊണ്ട് മേശപ്പുറത്ത് ഫോൺ എടുത്ത് നോക്കി. അമ്മയാണല്ലോ. 6 മിസ് കോളോ? കാർത്തികയുടെ നെറ്റിച്ചുളിഞ്ഞു. അവൾ പതിയെ ലിയോണ് ഉണർത്താതെ അവന്റെ കൈകൾക്കുള്ളിൽ നിന്നും അവളുടെ കൈകളെടുത്തു. എന്നിട്ട് കട്ടിലിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അമ്മയെ തിരിച്ചു വിളിച്ചു. എന്താ അമ്മേ, എന്താ വിളിച്ചേ? ഞാൻ ഏട്ടന്റെ അരികിലായിരുന്നു, അതുകൊണ്ടാ ഫോൺ അടിച്ചത് അറിഞ്ഞില്ല. എന്താ അമ്മ വിളിച്ചേ? മോളെ, അത് കിച്ചുവിന്റെ ആണ്ട. അടുത്ത മാസം 3 വർഷമാകുമല്ലേ. അറിയാലോ മോളെ, ആലുവായിൽ പോയി കർമ്മം ചെയ്യണമെന്നൊരു തോന്നല്. മോള് വരില്ലേ? അമ്മേ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏട്ടനെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാ? കാർത്തിക വല്ലാണ്ടായി. ലിയോൺ കിടക്കുന്നേക്ക് അവളൊന്ന് പാളി നോക്കി. അമ്മക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബലിയിടുന്ന കാര്യം പറഞ്ഞപ്പോ ലച്ചുവ നിന്നെയും കൂടെ വിളിക്കാൻ പറഞ്ഞ്, അതാ അമ്മ വിളിച്ചത്. സാരല്ല,
ആ കുഞ്ഞിനിപ്പം നിന്റെ ആവശ്യമുണ്ട്, അത് കഴിയട്ടെ, സാരില്ല. അമ്മ പറഞ്ഞത് കേട്ടതും കാർത്തിക്ക് ആശ്വാസം തോന്നി. പിന്നെ കുറച്ചു നേരം കൂടെ സംസാരിച്ചിട്ട് ഫോണ് കട്ട് ചെയ്തു. തിരിഞ്ഞ് ലിയോണിന്റെ അരികിലേക്ക് ചെന്നിരുന്നു. അവന്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരുന്നപ്പോൾ 3 കൊല്ലം മുന്നേ തങ്ങൾക്ക് പൊരിഞ്ഞു പോയൊരു ജീവനാണ് അവൾക്ക് ഓർമ്മ വന്നത്. ആ വേദനയിൽ കണ്ണു നിറഞ്ഞതും ഒരു തുള്ളി കണ്ണുനീരൊഴുകി ലിയോണിന്റെ നെറ്റിയിൽ വീണു. കാർത്തിക് വേഗം കണ്ണുകൾ തുറന്ന് ഷാളിന്റെ തുമ്പ് കൊണ്ട് ലിയോണിന്റെ നെറ്റിയും പതിയെ തൂത്തുകൊടുത്ത് അവിടേക്ക് തന്റെ ചുണ്ടൊന്ന് ചേർത്തു, ഒത്തിരി ഇഷ്ടത്തോടെ. ഹാളിലെ സോഫയിലേക്ക് തലചായ്ച്ചിരിപ്പാണ് നീയ. ശിവ വന്ന് പോയപ്പോൾ മുതലുള്ള ഇരിപ്പാണ് അവിടെ നിന്ന് ഒരിടം ചലിച്ചിട്ടില്ല. കുഞ്ഞിപ്പെണ്ണ് ഉറക്കം വിട്ട് ചിണുങ്ങി തുടങ്ങിയപ്പോൾ സാർ അവളെയും എടുത്തുകൊണ്ട് പുറത്ത് ആൽഫിയുടെ ഫ്ലാറ്റിലേക്ക് പോയി. സംഘർഷങ്ങൾ കൊണ്ട് കുടഞ്ഞു മറിയുകയാൻ നീഴുള്ളു. അതിന്റെ ഫലമെന്നോണം ചുറ്റും നടക്കുന്നൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും തേങ്ങലുകളും മാത്രമായി. പെട്ടെന്ന് ചാരിയിട്ടിരുന്ന കഥക് തുറന്നൊരു നിഴലകത്തേക്ക് വന്നു. നീയുടെ കണ്ണുകളും ചലിച്ചു. അകത്തേക്ക് വന്ന ആള് തനിക്കടുത്തേക്ക് വന്ന് നിൽക്കുന്നതും അവൾ അറിഞ്ഞു. നീയുടെ നെഞ്ചിലിപ്പ് കൂടി. ഇടപെടാതെയുള്ള ആ മിടിപ്പിൽ അവൾക്ക് മനസ്സിലായിരുന്നു തനിക്കടുത്ത് വന്നവന്. എന്റെ പെണ്ണിരുന്ന് കയറിയാ ഞാൻ പോയതിന്റെ വിഷമാണോ, അതോ ഇനി എന്റെ ശല്യം ഉണ്ടാവില്ലെന്ന് ഓർത്ത് സന്തോഷ കണ്ണീരാണോ? കണ്ണിലൊളിപ്പിച്ച കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് ആൽഫി ചോദിച്ചതും നീ നിറയമഴിയാലെ പിടക്കുന്ന കണ്ണുകളോട് അവനെ മുഖം ഉയർത്തി നോക്കി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ നുണക്കൊരു ചിരിയുമായി മുന്നിൽ നിൽക്കുന്നവനെ കാണുകയെ അവളുടെ കണ്ണുകൾ ചുവന്നു കയറി. പെട്ടെന്ന് നിലത്തിന്ന് എഴുന്നേറ്റ് അവന് മുന്നിലേക്ക് പാഞ്ഞു ചെന്ന് നിന്നിയ മുന്നിൽ വന്നു നിൽക്കുന്ന പെണ്ണിനെ നോക്കി പിരികം പോക്കി എന്താന്ന് ചോദിച്ചതും അടുത്ത നിമിഷം നീയുടെ വലത് കൈ ആൽഫിയുടെ കവളിൽ പതിച്ചു. അടി കൊണ്ട് മുഖം ഒരു വശത്തേക്ക് വേച്ചു പോയെങ്കിലും ആൽഫിയുടെ ചുണ്ടിൽ ചിരിയായിരുന്നു. ആ ഔ, എന്റെ കൊച്ചിന്റെ കൈക്ക് വലിയ കരുത്തില്ലെങ്കിലേ ഈ അടി ഇച്ചാൻ ഇത്ര വേദനിച്ചു കേട്ടോ. അടി കൊണ്ട കവളിൽ കൈവച്ച് തൂത്തിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു കഴിഞ്ഞതും അവന്റെ മറുകവളിൽ നീയുടെ അടുത്ത അടി വീണു. മോളെ ഇവ ഇങ്ങനെ തല്ലാതടി പെണ്ണ നീ, എന്റെ ഗ്ലാമറൊക്കെ പോയ പിന്നെ അതിന്റെ ക്ഷീണം നിനക്കാട്ടോ. കണ്ണിലഗ്നിയുമായി മുൻപിൽ നിൽക്കുന്നവളെ നോക്കി മുഖം പൊത്തി അവൻ കളിയോടെ പറഞ്ഞു. ഓ അപ്പോ നിങ്ങൾക്ക് നൊന്തല്ലേ, നിങ്ങൾക്ക് വേദനിച്ചല്ലടോ. ഇപ്പൊ മനസ്സിലായടോ നിങ്ങൾക്ക് ഞാൻ അനുഭവിച്ചത്. നെഞ്ചു കീറി സ്നേഹിച്ചവർ ഒരു നിമിഷം ഇട്ടേച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് പറയടോ, മനസ്സിലായടോ നിങ്ങൾക്ക്? ഇരു കൈകൾ കൊണ്ടും അവന്റെ കാളറിൽ കുത്തിപ്പിടിച്ച് നീയെ കരഞ്ഞുകൊണ്ടലറി. ആൽഫിയുടെ കണ്ണു നിറഞ്ഞു. എങ്കിലും മുഖത്തെ ചിരി മാറിയില്ല. സന്തോഷമായിരുന്നവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം. നിങ്ങൾക്ക് എന്താ, എന്ത് വേണേലും ചെയ്തും എഴുതിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോവാം, എവിടേക്ക് വേണമെങ്കിലും പോകാം. എന്നിട്ട് അതിന്റെ ബാക്കിയായിട്ട് ഞാൻ വേദനിക്കണല്ലേ? അന്ന് ഞാൻ എനിക്കിനി കാണുന്നത് പറഞ്ഞുകൊണ്ട് എന്നെ വേദനിപ്പിക്കാനല്ലേ എന്നെ നമ്മുടെ മോളെ ഇട്ടേച്ച് ചായ പോയേ? ഞാൻ കരയുന്നത് കാണാൻ വേണ്ടി മനഃപൂർവ്വം എന്നെ നോവിക്കാനല്ലേ നിങ്ങളിതൊക്കെ ചെയ്തത്? പിന്നെ എന്നാതിനാ തിരിച്ചു വന്നേ? എനിക്ക് വേണ്ട, പൊക്കോ, കാണണ്ട എനിക്ക് നിങ്ങളെ, പൊക്കെ ഇവിടുന്ന്. 2 കൈ കൊണ്ട് ആൽഫിയുടെ നെഞ്ചിൽ മാറി മാറി തല്ലിയും അവനെ പിന്നോട്ട് വീണ്ടും തള്ളിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ. ഒരേ സമയം ദേഷ്യവും സങ്കടവുമെല്ലാം ആ പെണ്ണിൽ തെളിഞ്ഞു നിന്നു. അടുത്ത നിമിഷം അവളുടെ ഇരു കൈകളെയും ബലമായി പിടിച്ച് പിറകിലേക്ക് തിരിച്ചു നിർത്തി ലോക്ക് ചെയ്ത് പിടിച്ച് അവളെ പൂണ്ടകം പിന്നീന്ന് കെട്ടിപ്പിടിച്ചു ആൽഫി. വിട് എന്നെ, കരഞ്ഞുകൊണ്ട് നീ അവന്റെ കയ്യിൽ കിടന്ന് കുതിരി. അങ്ങനെ ഞാൻ നിന്നെ ഇട്ടേച്ച് പോകണമെങ്കിൽ അങ്ങ് ഇടവ പള്ളിയിൽ കുടുംബകല്ലറിയിൽ ആൽഫിയുടെ ശരീരം ഒപ്പീസ് ചെല്ലി വെക്കണം. അന്നേ ഇനി ഞാൻ എന്റെ പെണ്ണിനെ വിട്ട് പോവും, കേട്ടോടി താരകന്റെ മോളെ. പിറകിൽ നിന്നും മുറുകെ പിടിച്ചവളുടെ കാതോരം ഒരു കള്ളച്ചിരിയൊരു ആൽഫി പറയുമ്പോൾ അവന്റെ കണ്ണും സന്തോഷം കൊണ്ട് നിറഞ്ഞു തോന്നിയിരുന്നു. നീയ മുഖം കുനിച്ച് പൊട്ടിക്കരഞ്ഞു. അത് കിടന്ന് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് ഒന്നുകൂടെ മുറുകെ പിടിച്ച് ആൽഫി അവന്റെ പെണ്ണിനെ. മതിയായിരുന്നു തന്റെ പ്രിയപ്പെട്ടവനെ ആ ചേർത്ത് പിടിക്കലും അവന്റെ ഹൃദയത്തിൽ തട്ടി വന്ന ആ വാക്കുകളും തന്നെ മതിയായിരുന്നു ആ പെണ്ണിന്റെ ഉള്ളിലെ കനലടക്കാൻ, ഇന്നോളം അനുഭവിച്ച വേദനകളെ മായ്ച്ചു കളയാൻ. അടുത്ത സംഗതിയിൽ ഒറ്റക്കറക്കത്തിൽ ആൽഫയോടെ തന്നെ നെഞ്ചിലേക്ക് ഇട്ട് വാരി പുണർന്നതും നീയും അവൻ ഇറുകെ കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചു, വിട്ടുകൊടുക്കില്ലെന്ന പോലെ. അവന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. നെഞ്ചിലിറുകെ പിടിച്ചിരിക്കുന്നവൾ ആഞ്ഞു പുണർന്ന് അവൻ പിറകിലെ ഭിത്തിയിലേക്ക് ഇടിച്ചു നിന്നു. അവിടെ ചാരി അവളെയും പൊതിഞ്ഞെടുത്ത് പിടിച്ചു ഊർന്നു നിലത്തേക്ക് ഇരുന്ന് പോയവൻ. പോവല്ലോ എന്നെ നമ്മുടെ കുഞ്ഞിനെയും വിട്ട് ഇനി പോവല്ലേ, നിങ്ങളിൽ നിന്നൊരകൽച്ച കൂടി താങ്ങാനാവില്ല എനിക്ക്. നിറകണ്ണുകളോട് അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് ഏങ്ങിക്കരഞ്ഞു പറഞ്ഞു നീയ. ഞാൻ എവിടെ പോകാനാ പെണ്ണേ, എന്റെ ജീവൻ നിന്റെ കയ്യിലല്ലടി. നീയും നമ്മുടെ കുഞ്ഞുവല്ലേ പെണ്ണെ എൻ്റെ ലോകം. ആ നിങ്ങളിട്ടേച്ച് ഞാൻ പോകുന്നു തോന്നുന്നുണ്ടോ പെണ്ണെ നിനക്ക്? തന്റെ നെഞ്ചിൽ നിന്നും അവളുടെ മുഖം പിടിച്ചു ചേർത്തി പറഞ്ഞുകൊണ്ട് അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി ആൽഫി.
അതിരില്ലാത്തവന്റെ സന്തോഷത്തിൽ ആ നീലക്കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനൊപ്പം തന്നെ ആ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി നിറഞ്ഞിരുന്നു. നിറഞ്ഞ മനസ്സോടെ ഉള്ളുമുഖവും നിറഞ്ഞ ചിരിയോടെ നീ ആ ചുംബനങ്ങളെല്ലാം ഏറ്റുവാങ്ങി. വല്ലാത്തൊരു നിർവൃതിയിൽ അവനെ നെഞ്ചിൽ മുറുകെ പിടിച്ചു. വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് അവൾ അമർത്തിപ്പിടിച്ചു. അവന്റെ ചൂടിൽ അവൾ കണ്ണുകളടക്കുമ്പോൾ അവർക്കിടയിൽ ഒഴുകിയിരുന്നത് പ്രണയം മാത്രമായിരുന്നു. അച്ഛോ, അപ്പമ്മ ഉമ്മ വെച്ചേ! പെട്ടെന്ന് കൊഞ്ചിക്കൊണ്ടുള്ള കുഞ്ഞിപ്പെണ്ണിന്റെ പെട്ടെന്ന് വിളി കിടന്നും നീയെയും മാൽവിയും തലപൊക്കി നോക്കി. വാതിലേക്ക് നിൽക്കുന്ന സാറയുടെ കയ്യിലിരുന്ന് അവർ നോക്കി കൈകൊണ്ട് ചിരിക്കുകയാണ് കുറുമ്പിപ്പെണ്ണ്. അവളെ കടന്ന് മാൽവിയുടെയും നീയുടെയും നിറമിഴികൾ വാത്സല്യം തുളുമ്പി. വാട പൊന്ന! ഒരു കൈ നീട്ടി ആൽഫി വിളിച്ചതും അപ്പന്റെ വിളി കേൾക്കാൻ കാത്തിരുന്നത് പോലെ കുഞ്ഞിപ്പെണ്ണ് സാറയുടെ കയ്യിൽ നിന്ന് കുതിരി താഴെ ഇറങ്ങി തന്റെ അപ്പന്റെയും അമ്മയുടെയും അരികിലേക്ക് അവൾ ഓടി. ആൽഫി ഒരു കൈ കൊണ്ട് കുഞ്ഞിനെയും എടുത്ത് അവനെ നെഞ്ചിലേക്ക് ഇട്ടു. കുഞ്ഞിപ്പെണ്ണ് ആ കൈ നീയുടെ മേലെ വെച്ച് അവളുടെ അപ്പന്റെ നെഞ്ചിലേക്ക് കിടന്നു. തൻ്റെ പെണ്ണും തൻ്റെ കുഞ്ഞും, ഇതാ തൻ്റെ ജീവൻ, തൻ്റെ ലോകം. ആൽഫി ഇരുവരെയും തൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും ഒന്നുകൂടെ മുറുകെ പൊതിഞ്ഞു പിടിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിൽ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ അവനറിഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. മനസ്സ് നിറഞ്ഞ് ഈ കാഴ്ച കണ്ട് സാറമ്മ സന്തോഷം കൊണ്ട് നിറഞ്ഞ മിഴികൾ അവർ സാരി തുമ്പിലൊപ്പി. കഥകൊന്ന് പതിയെ ചാരി സാറ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം അവർ 3 പേരും മതി എന്നവർ ഓർത്തു.